ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നു. നിങ്ങൾ ആദ്യം എന്തോ ചെയ്യണം, ഇത് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം എന്തോ ചെയ്യണം, നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയ ശേഷമാണ് എന്തോ ചെയ്യേണ്ടത്, ആ പർട്ടിക്കുലർ പോർഷൻ DL-ED ടെസ്റ്റിൽ നിന്ന് എവിടെന്നെങ്കിലും ഒന്ന് വായിച്ച് നോക്കുക. ആ വായിച്ച് നോക്കിയതിന് ശേഷം ഈ ക്ലാസ് കാണുക, ഈ ക്ലാസ്സിൽ ചോദ്യങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതാണ് നല്ലത്. അല്ലാതെ ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി പാടും. ഓക്കെ. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് താമസിച്ചു എങ്കിലും പുതിയ വീഡിയോ ചെയ്യാം. അതായത് സമയമുണ്ട്, നമുക്ക് പതുക്കെ പഠിച്ചു പോയാൽ മതി. പഴയ കയറ്റത്തിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നില്ല. പഴയ കയറ്റത്തിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിത്തത്തിൻ്റെ സ്പീഡ് നമുക്ക് ഇച്ചിരി കൂട്ടാം. ഇപ്പോൾ ടച്ച് വിടാതെ ഇങ്ങനെ പഠിച്ച് അങ്ങ് പതുക്കെ പോയാൽ മതി. ഓക്കെ. നമ്മളിപ്പോൾ പഠിക്കുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ആത്മനിഷ്ഠ രീതി ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി. ആരാണ് ആത്മനിഷ്ഠ രീതി ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? വില്യം വൂണ്ട് ആണല്ലേ. വില്യം വൂണ്ട്. അപ്പോൾ ആത്മനിഷ്ഠ രീതി ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി വില്യം വൂണ്ട്. ആത്മനിഷ്ഠ രീതിക്ക് പ്രചാരം നൽകിയ വ്യക്തി ആരാണ്? ടിച്ച്നർ. അപ്പം ആത്മനിഷ്ഠ രീതിയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ്. ഒന്ന് വില്യം വൂണ്ട്, മറ്റൊന്ന് ആരാണ്? ടിച്ച്നറാണ്. ഇതിനകത്ത് പ്രചാരം നൽകിയത് ടിച്ച്നർ. എന്നാൽ ഇത് ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ഏതാണ്? വില്യം വൂണ്ടുമാണ്. ആത്മനിഷ്ഠ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ആത്മനിഷ്ഠ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ലുക്കിംഗ് ഇൻസൈഡ് എന്നുള്ളതാണ് അർത്ഥം. ഉള്ളിലേക്ക് നോക്കുക. ലുക്കിംഗ് ഇൻസൈഡ് ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ആത്മനിഷ്ഠ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പം ആത്മനിഷ്ഠ എന്നുള്ള ആത്മനിഷ്ഠ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. പ്രധാനമായ ആത്മനിഷ്ഠ രീതിയെക്കുറിച്ച് അത്രയൊക്കെ അറിഞ്ഞാൽ മതി. അതായത് ഒരു വ്യക്തി സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന രീതിയാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്താണ് രണ്ടാമത്തെ ചോദ്യം? എന്താ? മനഃശാസ്ത്രത്തിന് ഏറ്റവും വസ്തുനിഷ്ഠ നേടിക്കൊടുത്ത് അതിനെ ശാസ്ത്രീയമായി വികസിപ്പിക്കുന്ന ഗവേഷണ രീതി ഏത്? അതായത് മനഃശാസ്ത്രത്തിൽ കൂടുതൽ വസ്തുനിഷ്ഠ നേടിക്കൊടുത്ത് അതിനെ ശാസ്ത്രീയമായി എടുക്കുന്ന രീതി ഏതാണ്? അതാണ് പരീക്ഷണ രീതി. അപ്പോൾ നമ്മൾ ഇനിയിപ്പം പറയുന്ന പരീക്ഷണ രീതിയെക്കുറിച്ചായിരിക്കും. പരീക്ഷണ രീതി. ഓക്കെ. ഇനി പരീക്ഷണ രീതിക്ക് പ്രചാരം നൽകിയ വ്യക്തി ആരാണ്? വില്യം വൂണ്ട്. നമുക്ക് അറിഞ്ഞൂടെ വില്യം വൂണ്ടിൻ്റെ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു, മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് അദ്ദേഹം. എന്നാണ് 1879 ജർമ്മനിയിലെ ലിപ്സിഗിൽ ലബോറട്ടറി സ്ഥാപിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് പരീക്ഷണ രീതിക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയ വ്യക്തി ആരാണ്? വില്യം വൂണ്ട് ആണ്. പരീക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമാർക്ക്. അടുത്ത ആറാമത്തെ ചോദ്യമാണ്, പരീക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമാർക്ക്. പരീക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷകന് ആണ്. അതായത് ഈ പരീക്ഷണം ചെയ്യുന്ന ആളുണ്ടല്ലോ, പരീക്ഷകൻ. ആ പരീക്ഷണം ചെയ്യുന്ന ആൾക്കാണ് പരീക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ എഫർട്ട് അനുസരിച്ചാണ് ഇനി റിസൾട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. ഓക്കെ. അടുത്ത ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണം. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണം ഏതാണ്? അഭിമുഖമാണ്. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് ഏത്? അഭിമുഖം. അഭിമുഖത്തെ എത്രയായി തിരിക്കാം? അഭിമുഖത്തെ രണ്ടായിട്ടാണ് തിരിക്കാവുന്നത്. എത്രയാണ്? രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? സുസംഘടിതവും സുസംഘടിതമല്ലാത്തതും.
സുസംഘടിതവും സുസംഘടിതം അല്ലാത്തതും. അപ്പോൾ സുസംഘടിതമല്ലാത്തത് എന്നിങ്ങനെ എന്തോ തിരിക്കാം, നമുക്ക് അഭിമുഖത്തെ രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, നിരീക്ഷണത്തെ എത്രയായിട്ട് തിരിക്കാം? ഡയറക്റ്റ് 9ാമത്തെ ചോദ്യമാണ്. നിരീക്ഷണത്തെ എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് ആ രണ്ടെണ്ണത്തിൻ്റെ പേരെന്തൊക്കെയാണ്? 1 പരോക്ഷ നിരീക്ഷണം, 2 എന്താണ്? ഭാഗഭാഗിത്വ നിരീക്ഷണം. 1 പരോക്ഷ നിരീക്ഷണം, 2 ഭാഗഭാഗിത്വ നിരീക്ഷണം. 10ാമത്തെ ചോദ്യം നോക്ക്, എന്താണ് പരോക്ഷ നിരീക്ഷണം? 10ാമത്തെ ചോദ്യം, എന്താണ് പരോക്ഷ നിരീക്ഷണം? പരോക്ഷ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വ്യവഹാരത്തിൽ ഏർപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുമ്പോൾ അതെന്താണ്? പരോക്ഷ നിരീക്ഷണം. അതായത് അറിയാതെ നിരീക്ഷിക്കുന്നതാണ് ഏത്? പരോക്ഷ നിരീക്ഷണം. പരോക്ഷ നിരീക്ഷണം. എന്താണ് ഭാഗഭാഗിത്വ നിരീക്ഷണം? അപ്പോൾ എന്താണ് ഭാഗഭാഗിത്വ നിരീക്ഷണം? അതായത് നിരീക്ഷകൻ കൂടെ നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുമ്പോൾ അതാണ് ഏത്? ഭാഗഭാഗിത്വ നിരീക്ഷണം. അതായത് കൂടെ നിന്ന് നിരീക്ഷിക്കുന്നു. ഇച്ചിരിയും കൂടി ലളിതമായിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ കളിക്കുന്നത് മാറി നിന്ന് അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നത് ഏതാണ്? പരോക്ഷ നിരീക്ഷണം. എന്നാൽ കുട്ടികൾ കളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ തന്നെ കയറി വരുന്ന അവരുടെ കൂടെ സംസാരിച്ച് അവരുമായി ഇടപഴകി അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഏതാണ്? ഭാഗഭാഗിത്വ നിരീക്ഷണം. ഓക്കെ, അടുത്ത 12ാമത്തെ ചോദ്യമാണ്. ഓക്കെ, ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതി. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവക്രമത്തെക്കുറിച്ച് പഠിക്കുന്ന രീതി ഏതാണ്? അതാണ് സർവേ രീതി. അതാണ് സർവേ രീതി. ഓക്കെ, അടുത്ത ചോദ്യം അതേടാ 13ാമത്തെ ചോദ്യം, മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഗവേഷണ ഉപാധി. മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാടാ? അതാണ് ക്ലിനിക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പം മനോരോഗബാധിതരായവരുടെയും രോഗനിർണയത്തിനും ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഗവേഷണ ഉപാധി ഏതാടാ? ക്ലിനിക്കൽ മെത്തേഡ്. ഓക്കെ, അടുത്ത 14ാമത്തെ ചോദ്യം, ക്ലിനിക്കൽ മെത്തേഡിൻ്റെ ഉപജ്ഞാതാവ്. ലെറ്റ്നർ വിമർ. ലൈറ്റ്നർ എന്നും ചില ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് LIGHTNER എന്നുള്ളതാണ്. അതിനെ ലെറ്റ്നർ എന്നും ചില ടെസ്റ്റുകളിൽ ലൈറ്റ്നർ എന്നും കൊടുത്തിട്ടുണ്ട്. എനിവേ, ലെറ്റ്നർ അല്ലെങ്കിൽ ലൈറ്റ്നർ വിമർ. ഓക്കെ, 15ാമത്തെ ചോദ്യം, അബ്നോർമൽ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുന്നു, കണ്ടെത്തുന്നു, വൈദ്യശാസ്ത്ര മാർഗത്തിൽ പരിഹരിക്കുന്നു. ഏത് രീതിയുടെ പ്രത്യേകതയാകുന്നത്? ഇത് തന്നെയല്ലയോ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാ? മനോരോഗബാധിതരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമെന്ന്. അപ്പോൾ ഏത് രീതി ആയിരിക്കും? ക്ലിനിക്കൽ രീതി. ഓക്കെ, അടുത്തത് 16ാമത്തെ ചോദ്യമാണ്, സോഷ്യോമെട്രിക് രീതിയുടെ മറ്റു പേരുകൾ. പേരുകൾ ഇത് അങ്ങനെ ടെസ്റ്റിൽ കാണത്തില്ല, എങ്കിലും അറിഞ്ഞു വെച്ചിരിക്കുക, ആവശ്യമുള്ളതാണ്. 1 സാമൂഹിക ബന്ധ പരിശോധന. 2 സാമൂഹിക മിതി. അതായത് ഇത് ഒരു അനാവശ്യ ചോദ്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ചോദ്യം തന്നതെന്ന് പറഞ്ഞാൽ, ഈ സോഷ്യോമെട്രി എന്ന് പറഞ്ഞും സാമൂഹ്യമിതി എന്നും പറഞ്ഞും സാമൂഹ്യ ബന്ധ പരിശോധന എന്നും പറഞ്ഞും ഒരേ സാധനം തന്നെ തരും. ഓക്കെ, ചിലപ്പോൾ മലയാളത്തിൽ അർത്ഥം വരുമ്പോൾ വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം.
സൈക്കോളജി പരമായിട്ട് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ കയറ്റത്തിന് അല്ലെങ്കിൽ LP UPക്ക് ഈ വാക്കുകൾ തന്നെ വെച്ച് ചോദിച്ചിട്ട് ഒരേ അർത്ഥം വരുന്ന രീതിയിൽ ചോദിക്കും. അതുകൊണ്ട് സോഷ്യോമെട്രിക്ക് തന്നെയാണ് സാമൂഹ്യ മിതി എന്നും സാമൂഹ്യ ബന്ധ പരിശോധന എന്നും അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സോഷ്യോമെട്രിക് രീതിയുടെ ഉപജ്ഞാതാവ്. സോഷ്യോമെട്രിക് രീതിയുടെ ഉപജ്ഞാതാവ് ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാലോ, JL മൊറീനോ. JL മൊറീനോയാണ് സോഷ്യോമെട്രിക് രീതിയുടെ ഉപജ്ഞാതാവ്. ഓക്കെ, സോഷ്യോമെട്രിക് രീതിയിൽ ചിത്രീകരിക്കുന്ന ഗ്രാഫിൻ്റെ പേര് എന്താടാ? സോഷ്യോഗ്രാം. ഓക്കെ, അടുത്തത് എന്താണ് താരങ്ങൾ? അതായത് സോഷ്യോമെട്രിക് രീതിയിലൊരു സാധനമാണ് എന്താണ് താരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കൂടുതൽ വ്യക്തികൾ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് താരങ്ങൾ എന്ന് പറയുന്നത്. അതായത് പക്ഷേ ഈ താരങ്ങളിനെ കണ്ടുപിടിക്കാനായി സാധാരണ രീതിയിൽ ഒരു ചിത്രമായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതായത് വല്ലാണ്ട് ABCDE. ഇനി ഇതിനകത്ത് ABCDE എന്നിവർ എയുടെ പേര് നിർദ്ദേശിച്ചു, ADയുടെ പേര് നിർദ്ദേശിച്ചു. അപ്പോൾ ഇതിനകത്ത് A വിളിക്കുന്ന പേര്, അതാണ് ഏത്? താരങ്ങൾ അല്ലെങ്കിൽ സ്റ്റാർ. അപ്പോൾ A ആണ് ഇവിടെ സ്റ്റാർ. ഓക്കെ എന്ന് കരുതുന്നു. ഓക്കെ, അതായത് ഇങ്ങനെയുള്ളൊരു ചിത്രം വെച്ച് നമ്മൾ പഠിക്കണം. അതുകൂടാതെ താരങ്ങൾ ആര്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേര് നിർദ്ദേശിക്കുന്ന വ്യക്തിയെ ലളിതമായി എന്തോ പറയാം? താരങ്ങൾ എന്ന് പറയാമെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, എന്താണ് ദ്വന്ദ്ങ്ങൾ? എന്ന് പറഞ്ഞാൽ ഒരു ടീമിനകത്ത് രണ്ട് പേര് പരസ്പരം അതാണ് ഇത് ദ്വന്ദ്ങ്ങൾ. അതിൻ്റെ ചിത്രം എങ്ങനെയാടാ വരുന്നത്? എങ്ങനെയാണ്? ഒരാൾ ഇങ്ങോട്ട്, മറ്റൊരാൾ അങ്ങോട്ട്. ഓക്കെ, ഒരാൾ അങ്ങോട്ട്, മറ്റൊരാൾ ഇങ്ങോട്ട്. ഇതാണ് ഏത്? ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്ന സാധനം. ഓക്കെ, എന്താണ് ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞാൽ? ഗ്യാങ്ങുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 1, 2, 3, 4, 5, 6, 7, 8 പേരുണ്ട്. ഇയാളുടെ പേര് നിർദ്ദേശിച്ചു, ഇയാളുടെ പേര് നിർദ്ദേശിക്കുന്നു, ഇയാളുടെ പേര് നിർദ്ദേശിക്കുന്നു, ഇയാളുടെ പേര് നിർദ്ദേശിക്കുന്നു, ഇയാളുടെ പേര്. അതായത് ഈ ഒരു ഗ്യാങ് എന്ത് ചെയ്യണം? സോഷ്യോഗ്രാം വരയ്ക്കുമ്പോൾ ഇതൊരു ചങ്ങലയായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും. അതായത് വളരെയധികം ആൾക്കാർ ഒരു ചങ്ങല പോലെ കാണപ്പെടുന്നതിനെയാണ് എന്തോ പറയുന്നത്? ഗ്യാങ്ങുകൾ എന്ന് പറയുന്നത്. വളരെയധികം ആൾക്കാർ ഒരു ചങ്ങല പോലെ കാണുന്നതിനെയാണ് ഏത്? ഗ്യാങ് എന്ന് പറയുന്നത്. വളരെ കൂടുതൽ ആൾക്കാർ ഒരു ചങ്ങല പോലെ കാണുന്നതിനെയാണ് എന്തോ പറയുന്നത്? ഗ്യാങ് എന്ന് പറയുന്നത്. എന്താണ് ഏകാഗി എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ്. അയാളുടെ പേര് വേറെ ആരും പറയത്തുമില്ല, ചിലപ്പോൾ ഇയാൾ വേറെ ആരുടെയും പേരും പറയത്തുമില്ല. അതായത് ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കും. അതിൻ്റെ പേരാണ് ഏകാഗി. പിന്നെ എന്താണ് ക്ലിക്കുകൾ? 23ാമത്തെ ചോദ്യം, എന്താണ് ക്ലിക്കുകൾ? ക്ലിക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് എന്താണ്? ഒരു 2 3 4 പേരടങ്ങുന്ന ചെറിയ കൂട്ടങ്ങൾ. 3 4 പേരടങ്ങുന്ന ചെറിയ കൂട്ടങ്ങൾ. സാധാരണ ഇത് എക്സാമിന് ചോദിക്കുന്നത് 3 പേരുടെ ഒരു ചെറിയ കൂട്ടമായിട്ടാണ്. മറ്റൊരാളുടെ പേര് പറയും, അയാൾ മറ്റൊരാളുടെ പേര് പറയും, അയാൾ മറ്റൊരാളുടെ പേര്. ഇങ്ങനെ ത്രികോണമായിട്ട് കാണും. ഇങ്ങനൊരു പടം തന്നിട്ട് പറയും എന്താണ് സോഷ്യോഗ്രാം വഴി ഇങ്ങനെ പടമാണ് കിട്ടിയത്, ഈ 3 പേരുടെ കൂട്ടം അറിയപ്പെടുന്ന പേര്, അതാണ് ഇത് ക്ലിക്കുകൾ. ഓക്കെ, അടുത്തത് 24ാമത്തെ ചോദ്യമാണ്. അബോധ തലത്തിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും ചില പ്രത്യേക സ്വഭാവങ്ങളും സവിശേഷതകളും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതി. അബോധ തലത്തിൽ അടിച്ചമർത്ത ചെയ്യപ്പെട്ട വികാരങ്ങളെയും ചില പ്രത്യേക സ്വഭാവങ്ങളെയും സവിശേഷതകളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതി ഏതാടാ? പ്രക്ഷേപണ രീതി. ഏതാണ്? പ്രക്ഷേപണ രീതി. പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രക്ഷേപണ രീതി. പക്ഷെ പ്രക്ഷേപണ രീതിക്ക് ഡയറക്റ്റ് ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പ്രക്ഷേപണ രീതിയുടെ ഉദാഹരണങ്ങളാണ് ചോദിക്കുന്നത്. അതിലൊന്നാണ് റോഷ മഷിയൊപ്പ് പരീക്ഷ.
റോഷാമഷിയൊപ്പ് പരീക്ഷ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ സാധനമാണ് TAT, അതായത് തിമാറ്റിക് അപ്രസിഷൻ ടെസ്റ്റ്. അതാണ് TAT, തിമാറ്റിക് അപ്രസെക്ഷൻ ടെസ്റ്റ്. അതാണ് TAT. അടുത്ത മൂന്നാമത്തെയാണ് CAT കാറ്റ് അല്ലേ. CAT എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് അപ്രസെഷൻ ടെസ്റ്റ്. ചിൽഡ്രൻ അപ്രസെഷൻ ടെസ്റ്റ്. ചിൽഡ്രൻ അപ്രസെഷൻ ടെസ്റ്റ്. അതാണ് ഇത് CAT. ഓക്കെ. അടുത്തതാണ് ഏത്? WAT. എന്ന് ഡയറക്റ്റ് ചോദിക്കാതെ വേർഡ് അതോറിറ്റി ടെസ്റ്റ് എന്നും തരാം. അത് ഇംഗ്ലീഷിൽ തരാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതിയും തരാം. അതുമല്ലെങ്കിൽ പദ സഹചരത്വ പരീക്ഷ എന്നും തരാം. ഒന്നെങ്കിൽ പദ സഹചരത്വ പരീക്ഷ, അല്ലെങ്കിൽ വേൾഡ് അതോറിറ്റി ടെസ്റ്റ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ തരാം. അതും അല്ലെങ്കിൽ പദ സഹചരത്വ പരീക്ഷ എന്നും തരാം. ഓക്കെ. അടുത്തതാണ് വാക്യപൂർണ്ണ പരീക്ഷ. സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഇത് സാധാരണ മുഴുവനായിട്ട് തരാറുണ്ട്. SCT എന്നൊന്നും സാധാരണ അങ്ങനെ തരാറില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡ്സിന് ഉദാഹരണം. അടുത്തത് 26ാമത്തെ ചോദ്യം. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആരംഭം മുതലുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തുന്ന രേഖ ഏതാടാ? സഞ്ചിത രേഖ. ഏതാടാ? സഞ്ചിത രേഖ. ഒരു കാര്യം മനസ്സിലാക്കുക, സഞ്ചിത രേഖയുടെ ഇംഗ്ലീഷ് ക്യുമുലേറ്റീവ് എന്നാണ്. ക്യുമുലേറ്റീവ്. അത് ഇംഗ്ലീഷിൽ മാത്രമല്ല, ക്യുമുലേറ്റീവ് എന്ന് മലയാളത്തിലും എഴുതി ചോദിക്കും. നമ്മൾ പറഞ്ഞല്ലേ വേൾഡ് അതോറിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞ് മലയാളത്തിലും എഴുതി തരുമെന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് എന്ന് മലയാളത്തിൽ എഴുതി തരും. അടുത്തത് സഞ്ചിത രേഖ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. 27ാമത്തെ ചോദ്യമാണ് സഞ്ചിത രേഖ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. അത് ഒന്ന് കായിക ശേഷി. ഒന്നേതാണ്? കായിക ശേഷി. പിന്നെ മറ്റൊന്ന് ഏതാണ്? മാനസിക പക്വത. കായിക ശേഷി, മാനസിക പക്വത, പഠന നേട്ടം, പിന്നെ ഏതാണ്? സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യം, അനാരോഗ്യം, പാഠ്യേതര താൽപ്പര്യങ്ങൾ, പശ്ചാത്തലം, മെച്ചപ്പെടുത്തൽ സാധ്യത എന്നിങ്ങനെ ഒട്ടേറെ മേഖലകൾ ആയിരിക്കും. അപ്പം ഇതെല്ലാം കൂടി കുറേയൊക്കെ ഞാൻ എഴുതാണമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വായിച്ചു വിട്ടത്. അതായത് കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യം, അനാരോഗ്യം, പാഠ്യേതര താൽപ്പര്യം, പശ്ചാത്തലം, മെച്ചപ്പെടുത്തൽ സാധ്യത തുടങ്ങിയ ഒട്ടേറെ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട്, സഞ്ചിത രേഖയ്ക്കകത്ത് എത്തിക്കുന്നു. കുട്ടിയുടെ അടുത്ത 28ാമത്തെ ചോദ്യം ആടാ നോക്കിക്കോ. കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിത പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന രേഖ. കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിത പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിനുണ്ടാകുന്ന രേഖയാണ് ഇത്? ഉപാഖ്യാന രേഖ. ഓക്കെ. അല്ലെങ്കിൽ ഇതിനെ അനക്ഡോട്ടൽ ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ. അനക്ഡോട്ടൽ ടെസ്റ്റ് എന്ന് പറയും. ECDOTA അനക്ഡോട്ടൽ ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ. അടുത്ത ചോദ്യം, എന്താണ് ചെക്ക് ലിസ്റ്റ്? ചെക്ക് ലിസ്റ്റ് എന്ന് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. എന്താണ് ചെക്ക് ലിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എന്താണ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സവിശേഷത ലഘുവായി ശേഖരിക്കാനുള്ള ഉപാധി. അതായത് ഒരു സവിശേഷത ശേഖരിക്കാനുള്ള ഉപാധി. ലഘുവായി ശേഖരിക്കാനുള്ള ഉപാധിയാണ് ഏത്? ചെക്ക് ലിസ്റ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശേഷി ഉണ്ടോ ഇല്ലയോ, യെസ് നോ എന്ന ഓപ്ഷൻ മാത്രമായിരിക്കും ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാകുന്നത്.
എന്നാൽ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വ്യവഹാരങ്ങളുടെ തീവ്രതയും അളവും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിലാണ് ഇത് വ്യവഹാരങ്ങളുടെ അളവും തീവ്രതയും അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? റേറ്റിംഗ് സ്കെയിൽ. ഓക്കെ. ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ റേറ്റിംഗ് സ്കെയിലിനകത്ത് എങ്ങനെ ആയിരിക്കും അത്? അതായത് അതിൻ്റെ അളവും തീവ്രതയും വ്യക്തമായി. അതായത് ഇപ്പം മികച്ചത്, വളരെ മികച്ചത്, ശരാശരി, മെച്ചപ്പെടുത്തണം, വളരെയേറെ മെച്ചപ്പെടുത്തണം, ഇങ്ങനെ 5 പോയിന്റ് സ്കെയിലൊക്കെ ആയിട്ടായിരിക്കും എന്തോ കൊടുക്കാറ്, സാധാരണ റേറ്റിംഗ് സ്കെയിലിൽ കൊടുക്കാറ്. അതിൻ്റെ അളവും തീവ്രതയും എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത 31ാമത്തെ ചോദ്യം. ചോദ്യാവലിയെ എത്രയായി തിരിക്കാം? ഏതൊക്കെ? ചോദ്യാവലിയെ എത്രയായി തിരിക്കാം? ഏതൊക്കെ? ചോദ്യാവലിയെ എത്രയായിട്ടാണ് തിരിക്കാവുന്നത്? 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഓപ്പൺ എൻഡഡും ക്ലോസ്ഡ് എൻഡഡും. ഓപ്പൺ എൻഡഡും ക്ലോസ് എൻഡഡും. ഓക്കെ. ഓപ്പൺ എൻഡഡിനെ തുറന്ന ചോദ്യങ്ങളെന്നും അടഞ്ഞ ചോദ്യങ്ങളെന്നും പറയാം. തുറന്നതും അടഞ്ഞതും. അടഞ്ഞ ചോദ്യങ്ങൾ, അടഞ്ഞത്. ഓക്കെ. അതായത് ഇപ്പം തുറന്ന ചോദ്യങ്ങൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഏതാണ്? ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 7 കിട്ടും? അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ 4 + 3, അല്ലെങ്കിൽ ഏതാണ് 6 + 1, അല്ലെങ്കിൽ എന്താണ് 5 + 2. അപ്പോൾ 2-3 ഓപ്ഷൻ ഉണ്ട്. അതാണ് തുറന്ന ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ. എന്നാൽ അടഞ്ഞ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്: 4 + 3 എത്ര? ഒറ്റ ഓപ്ഷനെ കാണും, ഒറ്റ ഉത്തരേ കാണും. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ കയറ്റത്തൊക്കെ ഏതാണ്? അടഞ്ഞ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് 4 ഉത്തരങ്ങൾ തരും, അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യണം, ഒറ്റ ഉത്തരം സെലക്ട് ചെയ്ത് പോകണം. ഓക്കെ. എനിവേ, അടുത്തതാണ് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രീതി. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എത്ര പേരാണ്? ഒരു വ്യക്തിയുടെ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുന്നതാണെങ്കിൽ എന്താണത്? അതാണ് കേസ് സ്റ്റഡി. അതാണ് ഇത് കേസ് സ്റ്റഡി. ഒരു വ്യക്തിയുടെ പ്രശ്നത്തെക്കുറിച്ച് അധ്യാപകൻ ക്ലാസ്സിൽ ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ നാനാവിധത്തിൽ ലഭ്യമാകുന്ന വസ്തുതകൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്നതിനെയാണ് എന്തോ പറയുന്നത്? കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ ഈ കേസ് സ്റ്റഡിയുടെ സ്റ്റെപ്പുകളുണ്ടല്ലോ: കേസ് തിരഞ്ഞെടുക്കൽ, പരികല്പന രൂപീകരിക്കൽ, സ്ഥിതി വിവരശേഖരണം, സമന്വയിപ്പിക്കൽ, പരിഹാര മാർഗങ്ങൾ, കേസ് റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിങ്ങനെ ഘട്ടങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അടുത്ത 33ാമത്തെ ചോദ്യമാണ്. ഇത് നിങ്ങളുടെ സ്കൂൾ ടെസ്റ്റിൽ കാണാൻ പറ്റാത്ത ചോദ്യമാണ്. സൂക്ഷ്മദർശിനി എന്ന് വിളിക്കുന്ന മനഃശാസ്ത്ര ഉപാധി ഏതാണ്? കേസ് സ്റ്റഡിയാണ്. അത് കേസ് സ്റ്റഡിയാണ്. ഓക്കെ. സൂക്ഷ്മദർശിനി എന്ന് വിളിക്കുന്നത് കേസ് സ്റ്റഡിയാണ്. നേരത്തെ എഴുതിയ സായുടെ കുറവുണ്ടായില്ലയോ? ഓക്കെ, വിട്ടേരെ. ഓക്കെ. അടുത്ത 34ാമത്തെ ചോദ്യം. കേസ് സ്റ്റഡിയുടെ സ്റ്റെപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഏതാണ്? കേസ് തിരഞ്ഞെടുക്കൽ, പരികല്പന രൂപീകരിക്കൽ, സ്ഥിതി വിവര ശേഖരണം, വിശകലനം ചെയ്യൽ, സമന്വയിപ്പിക്കൽ, പരിഹാര മാർഗങ്ങൾ കണ്ടെത്തൽ, കേസ് റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിവയൊക്കെയാണ് ഏത്? കേസ് സ്റ്റഡിയുടെ സ്റ്റെപ്പുകൾ. അടുത്ത 35ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിൽ ടീച്ചർ നേരിടുന്ന പൊതുവായ പ്രശ്നം പരിഹരിക്കുന്ന രീതി. പൊതുവായ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നേരിടുന്ന പ്രശ്നം, എല്ലാ കുട്ടികളും ആ പ്രശ്നം നേരിടുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു കൂട്ടം കുട്ടികൾ നേരിടുന്ന പ്രശ്നമാകാം. എന്തായാലും അത് ഒരു കുട്ടി ആയിരിക്കത്തില്ല. ഓക്കെ. ഒന്നായിരിക്കുമോ? ഒരു കുട്ടി ആയിരിക്കത്തില്ല. ഒന്നെങ്കിൽ എല്ലാ കുട്ടികളും, അല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികൾ നേരിടുന്ന പ്രശ്നം. അത് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന രീതി ഏതാടാ? ക്രിയാഗവേഷണം. ക്രിയാഗവേഷണത്തിൻ്റെ ഇംഗ്ലീഷ് എന്തുവാണ്? ആക്ഷൻ റിസർച്ച്. ഇത് മലയാളത്തിലും ആക്ഷൻ എന്ന് തന്നെ എഴുതി ചോദിക്കും. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആക്ഷൻ റിസർച്ച് രീതിയുടെ ആവിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടില്ല. കർട്ട് ലെവിങ് ആണ്. പക്ഷേ ഈ കർട്ട് ലെവിങ് കൊണ്ട് അങ്ങോട്ട് എഴുതിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എക്സാമിന് പൊട്ടും. നമ്മളുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന PSCയുടെയും കേറ്ററ്റിൻ്റെയും ഉത്തരം സ്റ്റീഫൻ എം കോറിയാണ്.
ഇനി ആർക്കെങ്കിലും എന്തിനാണ് കറക്റ്റ് ലിവിങ് ഉണ്ടാക്കിയിട്ട് സ്റ്റീഫൻ എം കോറി നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറക്റ്റ് ലിവിങ് ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ സെർച്ച് എന്നൊരു സാധനം കണ്ടെത്തിയ ആൾ മാത്രമാണ്. അതിനെ പ്രചരിപ്പിച്ചതും കൃത്യമായ മാർഗത്തിലൂടെ വന്നതും അത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രയോഗിച്ചതും അത് കൃത്യമായി വിജയിപ്പിച്ചതും ആരാണ്? സ്റ്റീഫൻ എം കോറിയാണ്. സ്റ്റീഫൻ എം കോറിക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റീഫൻ എം കോറിയുടെ പേര് പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏതാണ് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കണ്ടത്. ഓക്കെ.